അല്ലേ? ചേട്ടാ പേരെന്നാ? പേര് ബാബു. ബാബു. ചേച്ചിയോ? എന്റെ പേര് ഡീന ബാബു. അപ്പം ഇത് എന്തോ ഇതിന്റെ പേരിൽ നമ്മൾ ഇത് തുടങ്ങാൻ? ഞാന് ഇത് ആദ്യമായിട്ട് ഇത് കുടുംബശ്രീ ADS-ല് ഇങ്ങനെ ഒരു ഓണത്തോടനുബന്ധിച്ച് ഒരു പൂക്കൃഷി സംരംഭം തുടങ്ങാനുള്ള ഒരു ഇത് കണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിനെപ്പറ്റി ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന കണ്ടു. അപ്പോൾ എനിക്കും എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ 1 ഏക്കർ സ്ഥലം ഇതിനായിട്ട് പാട്ടത്തിന് എടുക്കുകയും അവിടെ ഇതുപോലെ ട്രാക്ടർ കൊണ്ടുവന്ന് പൂട്ടുകയും ചെയ്തു. അപ്പോൾ പൂട്ടാൻ വന്ന ആളിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലെ പൂക്കൃഷി ചെയ്യാനാണ് സ്ഥലം എന്ന് പറഞ്ഞപ്പം സാർ ഇതുപോലെ പറഞ്ഞു, നിങ്ങൾ ഫ്രീ ആയിട്ടാണോ നിങ്ങൾക്ക് വിത്ത് കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഫ്രീ ആയിട്ടല്ല, ഞങ്ങൾ 4 രൂപ കൊടുത്തിട്ട് പട്ടാമ്പിയിൽ നിന്ന് കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെ 4 രൂപ? അതായത് ഒരു തൈക്ക് 4 രൂപ. തൈയായിട്ട് മറിച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെ ഈ ട്രാക്ടറുകാരനോട് പറഞ്ഞപ്പോ പറഞ്ഞു, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തൈ തരും, അതുപോലെ പൂ എത്രയുണ്ടെങ്കിലും അവരത് തിരിച്ചു എടുക്കുമെന്ന് പറഞ്ഞു, മാർക്കറ്റും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എത്ര തൈ വേണേലും 10 ഏക്കർ വേണേലും നിങ്ങൾ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ, നിങ്ങൾക്ക് തൈ തരാന്ന് പറഞ്ഞു. അവരുടെ ഇതുകൊണ്ട് പൂ എടുക്കുന്ന കാര്യത്തിൽ എങ്ങനെയാ? അവര് തന്നെ എടുക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാ ഇതിന്റെ ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ? ഇപ്പൊ അവര് 30 രൂപയാ പറഞ്ഞിരിക്കുന്നേ. 1 കിലോ? 1 കിലോ 30 രൂപ. നമ്മൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വില കൂട്ടി തരാം. നമ്മുടെ സൈറ്റിൽ നിന്ന് തന്നെ പൂ എടുത്തിട്ട് പോകും. അപ്പൊ ഈ ഓണക്കാലം പ്രതീക്ഷയാണ് ചെയ്തത്. അപ്പൊ നമ്മളെ ഗവൺമെന്റ് പറഞ്ഞു ഓണാഘോഷം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് അതിന്റെ മുമ്പ് അത് കഴിഞ്ഞാണ് നമുക്ക് ഇത്ര വില കുറഞ്ഞു പോയ കാരണം. അതുകൊണ്ടായിരിക്കും. അതെ. എന്നാലും 100% ഇതിൽ വിജയം കാണാനായിട്ട് പറ്റി. ബാബുചേട്ടന്റെ സപ്പോർട്ടും ബാബുചേട്ടന്റെ സപ്പോർട്ട് ഉണ്ട് മെയിൻ ആയിട്ട്. ബാബുചേട്ടന്റെ സ്ഥലം എവിടെയാ? കുറവമ്പാടിയല്ലേ? ഇതിപ്പോ സ്ഥലം എവിടെയാ? ഇത് വണ്ണാന്തര. അപ്പൊ കുറവമ്പാടി ഭാഗത്ത് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളതൊക്കെ എന്തൊക്കെയാ? കുരുമുളക്, കവുങ്ങ്, കാപ്പി, ഏലം, അങ്ങനെ നമുക്ക് നീണ്ട കൃഷികൾ ഇടുന്നിടത്തു നിന്നാണ് നമ്മൾ ഇതിന് വന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കൊരു എന്താ പറയാ, ഇത് തുടർന്ന് നമ്മൾ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും കാര്യമുള്ളൂ. വില കിട്ടുന്നതിനനുസരിച്ച് ചെയ്തിട്ടില്ല കാര്യമുള്ളൂ. അതിനോടനുബന്ധിച്ച് സീസണിൽ മാത്രം ചെയ്യാന്നുള്ളൊരു തീരുമാനം അങ്ങനെ നിൽക്കുന്നു. ഇത് സ്ഥലം കുത്തകയ്ക്കാണല്ലോ. അപ്പൊ അതിന്റെ പാട്ട കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഇതിപ്പോ എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് 1 ഏക്കർ സ്ഥലം. അട്ടപ്പാടി നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഈ പ്രാവശ്യം ഈ ഓണക്കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പൂന്തോട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവർക്കും വരികയും ചെയ്യാം, വന്ന് കാണുകയും ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ചേച്ചി ഇതിന് കറണ്ടും വെള്ളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കറണ്ട് ഫ്രീ കണക്ഷൻ ഉണ്ട്. ഈ സ്ഥലത്തിന്റെ ഓണർ തന്നെ നമുക്ക് വളം നമ്മള് 19 വളം സ്പ്രേ ആയിട്ട് ചെയ്തു. പിന്നെ ഒരു വളം ചോട്ടിൽ അടിവളമായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ 2 വളം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആഴ്ചയിൽ 1 നനച്ചു. 1 ഏക്കർ സ്ഥലം നമുക്ക് ചെയ്യാൻ എത്ര രൂപ മുടക്ക് വരും? മുടക്ക് ഏകദേശം ഇപ്പൊ 10-50,000 രൂപയോളം ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മറ്റേ കുടുംബശ്രീ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഇതിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ എല്ലാം പറഞ്ഞിട്ടുണ്ടോ? അവര് സഹായം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്, സബ്സിഡി കാര്യങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് നമ്മള് നട്ട് എത്ര നാൾ വേണം നമുക്കിത് വിളവെടുപ്പ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ? 60 ദിവസം മതി. 60 ദിവസം മതി. 60 ദിവസം കൊണ്ട് പൂ ആയി തുടങ്ങും. 3 മാസം കൊണ്ട് പൂ വിളവെടുപ്പ് തുടങ്ങും. ഇതിലിപ്പോ ഇതിലേ ഇപ്പം നമുക്ക് ഒരുവിധം മൂത്ത പൂവുണ്ട്, ചെറിയ പൂവുണ്ട്. ഇപ്പൊ നമ്മൾ പറിക്കുമ്പോ എങ്ങനെയാ? ആദ്യം ഈ മൂത്ത ഇതേക്കൂട്ട് പൂവാണോ പറിക്കുന്നത്, അതോ ഈ ചെറിയ പൂവായിട്ട് അങ്ങനെ പറിച്ചു പൂവല്ല? ഏറ്റവും വലിപ്പം കൂടിയ പൂവ് അതിന്റെ ഉള്ളിൽ ഇതുപോലെ നല്ലപോലെ നൂർന്ന് വരുന്ന അതാ പറിക്കുന്നത് അല്ലേ? ഇതിന് തലപ്പൂ നോക്കി നമ്മൾ പറിച്ചെടുക്കണം. അല്ല ഒരു ചെടി ഇങ്ങനെ തീർത്ത് പറിക്കുക അങ്ങനത്തെ പരിപാടി. ഇതിപ്പോ നമുക്കിപ്പോ ഒരു 10-12 ദിവസം കൊണ്ട് ഇത് മൊത്തം ഇനിയിപ്പം പറിച്ചു തീരണം. അതെ, ഒരു 4-5 ദിവസം കൂടുമ്പോൾ പൂ എടുത്തോണ്ട്. അല്ല നമുക്ക് 10 ദിവസം അല്ലേ നമുക്ക് ഓണത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുവരെയുള്ള പ്രതീക്ഷ ഇതിനുള്ളൂ. നമ്മുടെ തമിഴ്നാട് അടുത്താണല്ലോ. അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലേക്കും കൂടെ ഉള്ള മാർക്കറ്റ് നോക്കിയിട്ടാണ് അത് കേരളത്തിൽ ഓണക്കാലം മാത്രം ഓർത്താണ് നമ്മൾ ചെയ്തത്. മാത്രമല്ല ഇതും കൂടെ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ തമിഴ്നാട് ഭാഗങ്ങളിലേക്കും കൊടുക്കാൻ പാകത്തിനാണ്. കേരളം ആരാവശ്യപ്പെടുന്ന ന്യായമായ വില കിട്ടുന്നിടത്തേക്ക് നമ്മൾ കൊടുക്കും. നിങ്ങൾക്ക് ഇത് തൈകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാ കിട്ടിയേ? നമുക്ക് കോയമ്പത്തൂരുള്ള ഒരു പൂ മാർക്കറ്റിലെ വ്യാപാരി നിസറുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാള് നമുക്ക് 10,000 തൈ ഫ്രീ ആയിട്ട് ഇറക്കി തന്നു. ഫ്രീ ആയിട്ട് തന്നല്ലേ? അപ്പൊ നമ്മളിത് കൃഷി ചെയ്ത് നമുക്ക് വളവും കാര്യങ്ങളും പണിക്കൂലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പണിക്കാർ ഇതിന് എങ്ങനെയാ മെയിൻ ആയിട്ട് കിട്ടിയേ? പണിക്കാര് നമ്മൾക്ക് ഇവിടെ അടുത്തുള്ളവരെ തന്നെ നമ്മൾ തന്നെ ചെയ്യുമായിരുന്നു. നമ്മള് ചേച്ചി ചെയ്യുമായിരുന്നോ? ഒട്ടുമുക്കാലും നമ്മൾ സ്വന്തം ചെയ്യും. പിന്നെ ബാക്കി കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കും.
ഇനിയിപ്പോ വിളവെടുപ്പിനും ആൾക്കാരെ കൂലി കൊടുത്ത് തന്നെ എടുക്കണം, എന്നാലേ പെട്ടെന്ന് നമുക്ക് എടുത്ത് തീർക്കാൻ പറ്റുള്ളൂ അല്ലേ? തീർക്കാൻ പറ്റും. നമ്മുടെ ഈ ഓണക്കാലത്ത് നമുക്ക് പൂക്കളമിടാനുള്ള പൂ പറിക്കാനായിട്ട് നമ്മുടെ ചേച്ചിമാർ ഇത് കൊട്ടമ്പട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് വിളവെടുപ്പ് വലിയൊരു ഉത്സവം പോലെ ആക്കി മാറ്റി. ഇതുണ്ട്, ഒരു 10-50 പേരോളം ഉണ്ടായിരുന്നു ഉദ്ഘാടന പരിപാടിക്ക്. ഇപ്പോൾ ഈ പൂക്കൾ പറിച്ചിരുന്ന നമ്മുടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ്. ഇത് മെയിനായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അട്ടപ്പാടി കൃഷി ഓഫീസറാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ കാണുന്നതാണ് നമ്മൾ പൂ പറിക്കാൻ ഉപയോഗിക്കുന്ന കത്തികളാണ്. അപ്പോൾ ഇത് അയലോകത്തുള്ള ചേച്ചിമാരുണ്ട്, ഇവർക്ക് സ്ഥിരം പണിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെയാണ് കണ്ടത് പൂ പറിക്കാൻ വന്നത്. ഇതൊക്കെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ADSൻ്റെ അംഗങ്ങളൊക്കെയാണ്. ADS CDS ഒക്കെ ആയിട്ടുള്ളവരൊക്കെയാണ്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത്, കൃഷി ചെയ്തത്. ഇതുണ്ടോ, നല്ല അടിപൊളി ചെണ്ടുമല്ലിയാണ് കാണുന്നത്. എൻ്റെ കത്തിയാണ് കണ്ടോ. നമ്മൾ ചേച്ചിമാരിത് കൊട്ടയൊക്കെ ആയിട്ട് പോവുക പൂ പറിക്കാനായിട്ട്. ഇവർ പറിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ നിരയായിട്ട് വെച്ചേക്കും. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചു പോരുക. അത് പറിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂ വിരിഞ്ഞ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് പച്ച കളറായിട്ട് വിരിഞ്ഞ് വരണം, എങ്കിൽ മാത്രമേ ഇത് പറിക്കുകയുള്ളൂ. അങ്ങനെ നോക്കി പറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരാണെങ്കിൽ മൊത്തം കാണുന്ന പൂക്കളെല്ലാം വലിച്ചു പറിക്കും. ഇവരങ്ങനെ എല്ലാ പൂക്കളും പറിക്കുകയല്ല. അതുപോലെ വിളവെടുപ്പിന് ഭാഗമായ പൂക്കൾ മാത്രമേ ഇവർ പറിച്ചെടുക്കുന്നുള്ളൂ. ഇനി എത്ര ദിവസം കഴിയുന്നു ഒരു അടുത്ത് പൂ എടുക്കണമെങ്കിൽ? ഒരു 4 ദിവസം കഴിഞ്ഞ് ആവുമായിരിക്കും അല്ലേ? ഇതൊക്കെ റെഡി അല്ലേ? ഇത് കുറച്ച് വീട്ടിൽ ഓവറായി പോയോ? അതെ, വായു മറന്നുപോയോ? പൂ പറിക്കാൻ വന്നത് ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലാണ്. എല്ലാവരും തലയെക്കെട്ടും ഒക്കെ ആയിട്ടാണ് ഇന്ന് പൂ പറിക്കുന്നത്. ഇതാണ്ടില്ലേ, ഓരോരുത്തരെ കൂടക്കകത്ത് ആകുന്ന പൂവ് കൊണ്ടുവന്ന് കൊട്ടി ഇടുകയാണ് ചെയ്യുന്നത്. അതിനിപ്പം നമ്മുടെ ബാബുചേട്ടൻ പതിയെ എടുത്തുകൊണ്ട് പോയി തട്ടിക്കോളും. ഇത് നമുക്കൊരു മാർക്കറ്റ് ഇവിടെ അട്ടപ്പാടിയിൽ പൂ മാർക്കറ്റോ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് ഇടനിലക്കാർ വന്നിട്ട് കണ്ടമാനം ചൂഷണം ചെയ്യുന്ന കൂട്ടൊരു പരിപാടിയുണ്ട്. അട്ടപ്പാടിയിൽ ഒരുപാട് സ്ഥലത്ത് പൂ കൃഷിയുണ്ട്. എന്നാലും പലരും ഓരോ വർഷം കഴിയുമ്പോഴും നിർത്തിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഈ പൂക്കൾ ഈ ഓണക്കാലത്തെങ്കിലും ശേഖരിച്ച് മാർക്കറ്റിൽ എത്തിക്കാനുള്ളൊരു ഇത് ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നല്ല അടിപൊളി പൂന്തോട്ടമാണ്. ഇങ്ങനെ ഈ ചേച്ചിയും ബാബുചേട്ടനും ചേച്ചി ഇങ്ങനെ പൂക്കൾ കൊട്ടയിൽ പണിക്കാർ പറിച്ചു വെക്കുന്നു. ഇവർ ചുവന്നോട്ട് വരുന്നു, നെറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് കൊട്ടുവാണ് ചെയ്യുന്നത്. അവർ വരുന്നോടം വരെ ഇട്ട് വെക്കണം. പക്ഷേ എന്ന് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.